കേരളത്തിലിപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു വാർത്ത, കേരളത്തിലേക്ക് ഒരു വമ്പൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. അത് വിഴിഞ്ഞം പോർട്ടിലേക്കാണ്. 13,270 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുകൊണ്ട് കേരളത്തിന് വലിയ ഗുണം കിട്ടും എന്നുള്ള നിലക്ക് പറയാതെ പറഞ്ഞുകൊണ്ട് നിരവധി മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയട്ടെ, ഇൻവെസ്റ്റ്മെൻറ്റ് വന്നേക്കുന്നത് കേരളത്തിലേക്കല്ല. സാങ്കേതികമായി പറഞ്ഞാൽ വേണമെങ്കിൽ ഇൻഡയറക്റ്റായി കേരളത്തിന് അതുകൊണ്ട് ഗുണമുണ്ടായേക്കും എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലും ഇല്ലെങ്കിലും വിഴിഞ്ഞം പോർട്ടിൻ്റെ ബിൽഡ് ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ അനുസരിച്ചുകൊണ്ട് അത് പണിയാനും അത് ഓപ്പറേറ്റ് ചെയ്തതിൻ്റെ ലാഭം എടുക്കാനും ഒക്കെ നിയോഗിക്കപ്പെട്ട കമ്പനി എന്ന് പറയുന്നത് AVPPL എന്ന് പറയുന്ന കമ്പനിയാണ്. അതായത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ പണം വന്നില്ലെങ്കിലും ശരി, വന്നാലും ശരി, യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് ഈ പണം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് 2028 നടപ്പിലാക്കിയേ പറ്റൂ. പക്ഷേ ഇത് ഇത്രയും ക്ലാരിറ്റിയോടുകൂടി മറ്റ് മാധ്യമങ്ങളൊക്കെ നിങ്ങളോട് പറയാത്തത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഉള്ളുകള്ളികൾ എന്താണ് എന്നുള്ളത് നിങ്ങളോട് ഞാൻ വിശദമായി പറയാം. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. സാധാരണ ഞാനങ്ങനെ പറയാറില്ലാത്തതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതിലുള്ള ചില കളികൾ നിങ്ങൾ അറിയണമെങ്കിൽ വളരെ വിശദമായി തന്നെ പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഏതാണ്ട് 3 കൊല്ലം മുമ്പ് മാത്യു സാമുവലിൻ്റെ ചാനലിലോ നാരദ ന്യൂസിലോട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അന്ന് ബൈജൂസ് ആപ്പ് എന്തുകൊണ്ട് തകർന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോൾ ഞാനതിൻ്റെ ഏറ്റവും ആദ്യം തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫുട്ബോളൊക്കെ നടക്കുന്നൊരു സമയമാണല്ലോ. അപ്പോൾ ഖത്തർ വേൾഡ് കപ്പ് അന്നുണ്ടായിരുന്നു 4 കൊല്ലം മുമ്പ്. ആ ഖത്തർ വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്ത കമ്പനികൾ, ഒന്നാമത്തെ 3 കമ്പനികളിൽ ഒരാളെന്ന് പറയുന്നത് ബൈജൂസ് ആപ്പായിരുന്നു. ആ ബൈജൂസ് ആപ്പ് തകരാനുള്ള കാരണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ വാചകം ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അന്ന് ഖത്തർ വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്ത 3 കമ്പനികളെന്ന് പറയുന്നത്, ഒന്നാമത്തേത് കിയ കാറിൻ്റെയൊക്കെ കമ്പനിയാണ്. ആ കാറിൻ്റെ കമ്പനി എന്ന് പറയുന്നത് അവർക്ക് സ്പോൺസർ ചെയ്യാം. കാരണം അവരുടെ വരുമാനം എന്ന് പറയുന്നത്, ടേൺ ഓവർ എന്ന് പറയുന്നത്, മൊത്തത്തിലുള്ള ബിസിനസ് വരുമാനം എന്ന് പറയുന്നത് ലാഭമല്ല, 4 ലക്ഷം കോടി രൂപയിലധികമായിരുന്നു. 4 ലക്ഷം കോടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ സ്പോൺസറായിട്ടുള്ളത് ഖത്തർ എയർവേസ് ആണ്. അന്ന് അവരുടെ ഖത്തർ എയർവേസിൻ്റെ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ 1 ലക്ഷം കോടി രൂപയിലധികമായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കേരളക്കാരനായിട്ടുള്ള ബൈജൂസ് ആപ്പ് സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടി കൂടിയിരുന്നു. പക്ഷേ അവരുടെ വരുമാനം എന്ന് പറയുന്നത് 2,500 കോടിയിൽ താഴെയായിരുന്നു. ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, പക്ഷേ എൻ്റെ വിശ്വാസം 2,226 കോടിയാണെന്നാണ്. അപ്പോൾ 2,226 കോടിയുള്ള ബൈജൂസ് ആപ്പ് എങ്ങനെയാണ് ഈ ഖത്തർ വേൾഡ് കപ്പൊക്കെ സ്പോൺസർ ചെയ്യാറായത് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. കാരണം ഖത്തർ വേൾഡ് കപ്പിൻ്റെയൊക്കെ സമയത്ത് ലയണൽ ആന്ദ്രിയാസ് മെസ്സി എന്ന് പറയുന്ന വളർച്ചാ മുരടിപ്പ് രോഗം ബാധിച്ച് ഇനി ഒരിക്കലും കളിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പിന്നീട് ലോകത്തെ അമ്പരപ്പിക്കുന്ന കളിക്കാരനായി മാറിയ 5 തവണ ബാലൺ ഡിയോർ എന്ന് പറയുന്ന ഫുട്ബോളിൻ്റെ ഒരു ഓസ്കാർ എന്ന് വിളിക്കുന്ന ആ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ള അദ്ദേഹത്തെ തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ ബ്രാൻഡ് അംബാസഡറാക്കി മാറ്റിയിരുന്നു. സോഷ്യൽ മീഡിയ ബ്രാൻഡ് അംബാസഡർ. നിങ്ങൾക്കറിയാലോ, ലയണൽ ആന്ദ്രിയാസ് മെസ്സിയൊക്കെ അങ്ങനെ അംബാസഡർ ആകണമെങ്കിൽ കൊടുക്കേണ്ടി വരുന്നത് എത്രത്തോളം ആയിരിക്കും കോടികൾ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാർ സംഭവിക്കുന്നത്? കാരണം ഇപ്പോൾ 2,260 കോടി അല്ലെങ്കിൽ 28 കോടി രൂപ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിക്ക് കൂടി വന്നാൽ അതിൻ്റെ ഒരു 10% അല്ലെങ്കിൽ മാക്സിമം പോയി 20% മാത്രമേ ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ ഒരു 22 കോടി 25 കോടിയൊക്കെ ലാഭം ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു 1000 കോടിയിൽ ഒരു 10% 100 കോടി വരും. അപ്പോൾ 250 കോടി ലാഭം ഉണ്ടായതുകൊണ്ട് എങ്ങനെയാണ് സാർ ഇത് സാധ്യമാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഇവർക്കൊരു ആ സമയത്ത് തന്നെ 16ഓളം വരുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഖത്തർ ഫാമിലിയിലെ രാജകുടുംബാംഗങ്ങൾ മുതൽ നിങ്ങൾ അറിയേണ്ടത് കനേഡിയൻ പെൻഷൻ ഫണ്ട് വരെയുള്ള നിരവധി ആളുകൾ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ അന്ന് കിട്ടിയ എമൗണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 16,000-20,000 കോടി രൂപയിലധികം വരും. അപ്പോൾ ആ പണം എടുത്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കളികളൊക്കെ മുതിർന്നുകൊണ്ടിരുന്നത്. ഓരോ തവണയും കമ്പനിയുടെ പ്രൊഡക്റ്റ് വിറ്റ് ലാഭമുണ്ടാക്കിക്കൊണ്ടല്ല അവർ ലാഭം ഉണ്ടായിക്കൊണ്ടിരുന്നത്, പകരം കമ്പനിയുടെ ഷെയറുകൾ തന്നെ മറ്റുള്ള ആളുകൾക്ക് വിറ്റുകൊണ്ടാണ്. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അദാനിയിലേക്ക് വരുമ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ കൂടി നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി, ഞാൻ 1 കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു 3-4 വീഡിയോകൾ നിങ്ങളെ ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അത് അദാനി 2,029 കോടി രൂപ കൈക്കൂലി നൽകിയത് ആർക്ക് എന്നുള്ളതാണ് ഒരു ഹെഡിങ്.
ഇതിൻ്റെ ലിങ്കുകളെല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കും. താല്പര്യമുള്ളവരൊന്ന് കണ്ടേക്കൂ, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അദാനിയുടെ കൊള്ള കണ്ണടച്ച മോദിയും ഏജൻസികളും. അടുത്തത്, അദാനി 1688 കോടി രൂപ കൈക്കൂലി കൊടുത്തത് ജഗൻമോഹൻ റെഡ്ഡിക്ക് എന്നുള്ളതാണ്. ഈ വീഡിയോകളെല്ലാം ഞാൻ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ന്യൂയോർക്കിൽ അദാനിക്കെതിരെ ഒരു കേസ് വരികയും ന്യൂയോർക്കിൻ്റെ കോടതിയിൽ 54 പേജുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അദാനിക്കെതിരെ കേസെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളൊക്കെ നിരന്തരമായി വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ അന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ വലിയ മീഡിയ ഹൗസുകളിൽ വിളിച്ച് അവിടെ പരിചയമുള്ളവരോടും അല്ലാത്തവരോടും ഒക്കെ തന്നെ ഞാൻ സംസാരിച്ചിരുന്നു, അവരുടെ എഡിറ്റേഴ്സൊക്കെ ആയി. അപ്പോൾ എന്താണ് അദാനി നടത്തിയ കുഴപ്പം, അദാനി നടത്തിയ കളവ് എന്നുള്ളത് ചോദിച്ചിട്ട് അവർക്കാർക്കും എനിക്ക് കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. കാരണം അവരൊക്കെ പറയുന്ന ഒരു $3 ബില്യൺ അത് വലിയ എമൗണ്ടാണ്. അത് അമേരിക്കയിൽ നിന്ന് മേടിക്കുകയും അതിവിടെ കൈക്കൂലി കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്ന് മാത്രമേ അവർക്കറിയുള്ളൂ. പിന്നെ ഞാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി ഏതാണ്ട് 54 പേജുള്ള അവിടെ ന്യൂയോർക്കിൽ അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കുറ്റപത്രം തന്നെ കൈക്കലാക്കുകയും അത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് പോലും ഇദ്ദേഹം എന്തിനാണ് കൈക്കൂലി കൊടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ കൈക്കൂലി കൊടുത്തത് എന്തിനാണ് എന്ന ഐഡിയ കിട്ടാതിരിക്കുമ്പോൾ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയപ്പോഴാണ് എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം മനസ്സിലായത്. കാരണം ഇത് അദാനി പവറിൻ്റെ വൈദ്യുതി വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വൈദ്യുതി വിൽക്കുന്നതിന് നമ്മൾ ഈ പല സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ രാഷ്ട്രീയക്കാർക്കും ഒക്കെ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളൊന്നും തന്നെ അദാനി പവറിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഇലക്ട്രിസിറ്റി മേടിക്കുന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഈ പണം കൊടുത്തത് എന്ന് പറയുന്ന സംശയം നമുക്ക് ഇരട്ടിക്കുകയാണ്. അപ്പോൾ സംശയങ്ങളൊന്നും നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ച് പോകാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ വീണ്ടും സഞ്ചരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ഒരു കമ്പനിയുണ്ട്, സോളാർ എനർജി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പോൾ ആ കമ്പനിക്ക് വേണമെങ്കിൽ അദാനിയുടെ നിന്ന് പവർ മേടിക്കാം. അവർ ഇലക്ട്രിസിറ്റി പലതവണ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദാനി പവർ മേടിക്കാൻ വേണ്ടി ഈ സോളാർ എനർജി കോർപ്പറേഷൻ അങ്ങനെ മേടിക്കണമെങ്കിൽ പക്ഷെ ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസാണ് ഇതിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ. അതായത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകൾ ഈ പറയുന്ന സോളാർ എനർജി കോർപ്പറേഷനുമായി ഒരു എഗ്രിമെൻറ്റ് വെക്കുകയും ഞങ്ങൾക്ക് ഇത്രയും വൈദ്യുതി വേണമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് ഒരു എഗ്രിമെൻറ്റ് വെക്കണം. അതുകൂടാതെ അദാനിയുടെ വില വളരെ കൂടുതലാണ്, ആ കൂടിയ വിലക്ക് ഞങ്ങൾ പർച്ചേസ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് വെച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ സോളാർ കോർപ്പറേഷന് ഈ അദാനിയുടെ കയ്യിൽ നിന്ന് ഈ ഇലക്ട്രിസിറ്റി വാങ്ങിക്കാൻ പറ്റും. അതായത് അങ്ങനെ നേരിട്ടൊരിക്കലും കേരള ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് മേടിക്കാൻ പറ്റില്ല. ഇവർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ആവശ്യമില്ലാതെ ഇവർക്കാർക്കും അദാനിയുടെ കയ്യിൽ നിന്ന് ഈ ഇലക്ട്രിസിറ്റി മേടിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആന്ധ്ര പോലെ മറ്റ് നിരവധി 4 സംസ്ഥാനങ്ങൾ കൂടി ഇത്തരത്തിൽ പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിരുന്നു. അങ്ങനെ ഒപ്പിടാൻ വേണ്ടി മാത്രം ആന്ധ്രയിൽ മാത്രം അദ്ദേഹം ചെലവഴിച്ചത് 1750 കോടി രൂപയാണ്. ടോട്ടൽ ചെലവഴിച്ചത് 2028 കോടി രൂപയാണ് കൈക്കൂലിക്ക് വേണ്ടി ചെലവഴിച്ചത്. അമേരിക്കയിൽ നിന്നൊക്കെ നിങ്ങൾ ഫണ്ട് മേടിച്ചാൽ അതൊന്നും കൈക്കൂലിക്ക് വേണ്ടി കൊടുക്കാൻ പറ്റില്ല. ആ പറയുന്ന പർപ്പസ് എന്തോ അതിനുവേണ്ടി മാത്രമേ കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അവരവിടെ കേസെടുത്തത്. ആ കേസ് ഇപ്പോൾ എന്തായെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ കേസെടുത്തിട്ടുള്ള 97% കമ്പനികളും അവിടെ വലിയ ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ഒരു വലിയ അഴിമതി ഇവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1688 കോടി രൂപ ഏതാണ്ട് ജഗൻമോഹൻ റെഡ്ഡി പോലെയുള്ള ആളുകൾക്ക് തന്നെ കൊടുക്കേണ്ടി വന്നുവെന്നും അതുകൊണ്ട് അവരെല്ലാം തന്നെ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെല്ലാം തന്നെ കൂടിയ വില കൊടുത്തുകൊണ്ട് അദാനിയുടെ കയ്യിൽ നിന്ന് പവർ മേടിച്ചു. അദാനിയുടെ കയ്യിൽ നിന്ന് പവർ മേടിച്ചു എന്ന് പറഞ്ഞാൽ നേരിട്ടല്ല, സോളാർ എനർജി കോർപ്പറേഷൻ വഴി മേടിച്ചു. അതിൻ്റെ ഭാരം മുഴുവൻ വരാൻ പോകുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ തലയിലേക്കാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഈ 2 സംഭവം അറിഞ്ഞു വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോകാൻ കഴിയൂ. അടുത്ത സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ്. ആ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് വലിയ ഒരു നാച്ചുറൽ പോർട്ടാണ്, വലിയ തോതിൽ സാധ്യതകളുള്ള ഒരു തുറമുഖമാണ് എന്നുള്ളത് നമുക്കറിയാം. കൊളംബോ പോർട്ടിനൊക്കെ ഭീഷണിയാകാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളിൽ തന്നെ വലിയ അസംബന്ധങ്ങളുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിന് അദാനിക്കൊപ്പം ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSC കൈകോർക്കുന്നു. അദാനി പോർട്ടിന് കീഴിലെ, പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ, അദാനി പോർട്ടിന് കീഴിലെ ഈ വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി മാത്രം അവർ രൂപകൽപ്പന ചെയ്ത, അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്, അവർ ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, AVPPL. അതിന് വേറെ പ്രോജക്റ്റുകളൊന്നുമില്ല. ആ കമ്പനിയുടെ 49% ഓഹരികളാണ് ആർക്ക് കൊടുത്തേക്കുന്നത്? ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുള്ളത്. ആ കമ്പനിയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം, അതിലും ചില പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ആ AVPPLന് $285 കോടി, അതായത് അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രൊജക്റ്റ് ലഭിച്ചതുകൊണ്ട് മാത്രം
അതിനുവേണ്ടി നടപ്പാക്കുന്നതിന് വേണ്ടി മാത്രം ഫോം ചെയ്തിട്ടുള്ള ആ കമ്പനിക്ക് ഈ വിഴിഞ്ഞം പോർട്ട് നടപ്പാക്കുന്നത് കൊണ്ട് അവരുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത്, കമ്പനിയുടെ വാല്യുവേഷൻ 285 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ 277 കോടി രൂപയാണ്. പ്രൊജക്റ്റ് ഒന്നും പൂർത്തിയായിട്ടില്ല. അദാനി മുടക്കിയിട്ടുള്ളത് പറഞ്ഞാൽ 2500 കോടി രൂപയിൽ താഴെയാണെന്നുള്ളത് നിങ്ങൾ അറിയണം. പത്രം മുടക്കിയപ്പോൾ അവരുടെ വാല്യുവേഷൻ ഉള്ളത് 27,000 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ ആ വാല്യുവേഷനിൽ വിലയിരുത്തി 139.7 കോടി ഡോളറിനാണ് ഇപ്പോൾ ഈ ഓഹരി വാങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ 13,270 കോടി രൂപ അദാനിക്ക് കിട്ടും. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന് കിട്ടും. അവരാകെ മുടക്കിയേക്കുന്നത് 3000 കോടിയിൽ താഴെയാണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ആലോചിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ഇത് വലിയ ലാഭമാണ്. അല്ലാതെ നമ്മളിവിടെ കിടന്ന് തുള്ളിച്ചാടുന്ന പോലെ ഇത് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ടിന് ലാഭമുണ്ട്, ഗുണമുണ്ട്. കാരണം ഇത്തരത്തിലുള്ളൊരു കമ്പനി സഹകരിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലും ഇല്ലെങ്കിലും അദാനി ഈ പോർട്ട് നടപ്പിലാക്കിയേ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്. ഇത് മിക്ക മാധ്യമങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇനി മനോരമയുടെ വാർത്തയുടെ 2 വരികൾ കൂടി വായിച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യൻ തുറമുഖ മേഖലയിൽ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിത്. കറക്റ്റാണ്. പക്ഷേ ഇന്ത്യൻ തുറമുഖ മേഖലയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്കാണ് ഈ നിക്ഷേപം വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളത്തിലേക്ക് ഒറ്റത്തവണയായി എത്തുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപവും. പക്ഷേ ഇങ്ങനെ എഴുതുമ്പോൾ ആളുകൾക്കൊരു ക്ലാരിറ്റി വരില്ല എന്നുള്ളത് കൂടി മനോരമ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അദാനി ഇതുവരെ മുടക്കിയിട്ടുള്ള പണമെന്ന് പറയുന്നത് കൃത്യം പറഞ്ഞാൽ 2454 കോടി രൂപയാണ് അദാനി ഇതുവരെ മുടക്കിയിട്ടുള്ള പണമെന്ന് പറയുന്നത്. അത് വെറും 2454 കോടി രൂപ മുടക്കി നമ്മുടെ വിഴിഞ്ഞം പോർട്ട് കൂടി കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് 13,270 കോടി രൂപ കിട്ടി. എന്ന് പറഞ്ഞാൽ 10,766 കോടി രൂപ ഇപ്പം തന്നെ ലാഭമായി എന്നുള്ളത് ചുരുക്കം. കാര്യം ക്ലിയർ ആണല്ലോ. ആരാണ് സന്തോഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മളല്ല, പാവം പിടിച്ച അദാനിയാണ് സന്തോഷിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യമൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം. ഇനി അടുത്തത്, ഇത് കേൾക്കുമ്പോൾ ചിലർ ഉടനെ തന്നെ ചാടി എണീക്കും. അവർ പറയും, സാറേ 2028 ഈ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 16,000 കോടി രൂപ കൂടി ചെലവഴിക്കണ്ടേ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് മലയാളത്തിൻ്റെ സുപ്രഭാതമായിട്ടുള്ള മനോരമയിൽ തന്നെ വിശ്വസിക്കാം. ആ മനോരമയിൽ വിശ്വസിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളോട് പറയാം. ശരിയാണ്, ഇനി 2028 ഈ പറഞ്ഞ പണം ചെലവഴിച്ചാൽ പോരെ, 16,000 കോടി കൂടി ചെലവഴിക്കണം. അതിൻ്റെ വാർത്ത വായിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളുകള്ളികളിലേക്ക് കൂടി ഞാൻ വരാം. അവസാന ഘട്ടം അദാനി ചെലവഴിക്കുന്നത് 16,000 കോടി. വിഴിഞ്ഞം പദ്ധതിയുടെ 2028 ഡിസംബറിനുള്ളിൽ പൂർത്തിയാകേണ്ട അവസാന ഘട്ടത്തിൽ അദാനി പോർട്സ് ആകെ 16,000 കോടി രൂപയാണ് മുടക്കുന്നത്. ഈ ഘട്ടത്തിന് സംസ്ഥാന സർക്കാരിന് പണച്ചിലവില്ലെങ്കിലും ഇതുവരെ സംസ്ഥാന സർക്കാർ 6,000 കോടിയോളം രൂപ മുടക്കി കഴിഞ്ഞു. നിങ്ങളുടെയും എൻ്റെയൊക്കെ ടാക്സിൽ നിന്നെടുത്ത് 6,000 കോടി രൂപ മുടക്കി കഴിഞ്ഞു. നമ്മൾക്കൊരു തേങ്ങയും കിട്ടിയിട്ടില്ല എന്ന് മറ്റേ തൃശ്ശൂർ ഭാഷയിൽ പറയുന്ന പോലെ വേണമെങ്കിൽ പറയാം. പക്ഷേ അദാനിക്ക് 10,000 കോടി രൂപ ഇതുവരെ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് സന്തോഷമുള്ളൂ, അദ്ദേഹം നന്നായിരിക്കട്ടെ. പക്ഷേ 2034 ആദ്യ വരുമാന വിഹിതം, ഇനി നമുക്ക് കേരളത്തിന് കിട്ടാൻ പോകുന്ന വരുമാന വിഹിതം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയോ? 2034 അതായത് 1% നമുക്ക് കിട്ടും. അവിടെ അവരുടെ വരുമാനത്തിൽ 1% കിട്ടും. ഇത് സങ്കടപ്പെടാനൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളെ കൊണ്ടൊന്നും നടക്കില്ല. KSRTC പോലും നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൃത്യമായിട്ട് നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന പദ്ധതികളല്ല എന്നുള്ളത് മാത്രം പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിന്തിച്ചാൽ മതി. അദാനി ആയതുകൊണ്ടാണ് ഇത്ര വലിയ പിച്ച് നടത്താനും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആകർഷിക്കാനും കഴിയുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ വേണമെന്ന് വിചാരിച്ചാൽ കേരള ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ ഒക്കെ നടക്കും. പക്ഷേ അവർക്കും അത്ര താല്പര്യമില്ല. പണിയെടുക്കാതെ കാശ് കിട്ടുമെങ്കിൽ പിന്നെ പണിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കാശ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് അവസാന ഘട്ട സപ്ലിമെൻ്ററി കരാർ പ്രകാരം. ഈ സപ്ലിമെൻ്ററി കരാർ പ്രകാരം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചൊറ്റ വരിയിൽ ഒതുക്കിയേക്കാണ്. യഥാർത്ഥത്തിൽ സപ്ലിമെൻ്ററി കരാർ എന്താണെന്നറിയോ? അദാനി പണി വെച്ചൊന്ന് കുറച്ച് വൈകിപ്പിച്ചായിരുന്നു. വൈകിപ്പിച്ചപ്പോഴേക്കും യഥാർത്ഥത്തിൽ അവർക്ക് സമയം നീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞു. കേരളവുമായിട്ടൊക്കെ ഒരു ഡിസ്പ്യൂട്ടിലെത്തി. കാരണം ഈ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തന്നെ സ്വന്തം കമ്പനിയാണ്. ഏതാണ്ടൊരു പാട്ടക്കരാറിന് കൊടുത്തിരിക്കുന്നു എന്ന പോലെയാണ് അവർക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ അവർക്ക് ആ കരാർ പ്രകാരം അദാനിക്ക് നീട്ടിക്കൊടുത്തു 5 കൊല്ലവും കൂടി. അങ്ങനെ അത് സപ്ലിമെൻ്ററി കരാർ ഉണ്ടാക്കി. അതിനെയാണ് 5 കൊല്ലവും, അങ്ങനെയാണ് 2028 ഡിസംബറിൽ പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ 2028 ഡിസംബറിൽ പൂർത്തിയായാൽ കരാർ കാലയളവിൽ തുറമുഖത്തിൻ്റെ മൊത്ത വരുമാനം 2,15,000 കോടി രൂപയും സർക്കാർ വരുമാനം ലഭിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതായത് 2028 ഡിസംബറിൽ പൂർത്തിയായാൽ കരാർ കാലയളവിൽ തുറമുഖത്തിൻ്റെ മൊത്ത വരുമാനം 2,15,000 കോടി. 2,15,000 കോടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കേരള സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിന് തുല്യമായിട്ടുള്ള തുകയിലേക്ക് എത്തിച്ചേരുമെന്നാണ് സാധ്യതാ റിപ്പോർട്ട് കാണിക്കുന്നത്. അതിൽ 35,000 കോടി രൂപ നമുക്ക് വരുമാനം ലഭിക്കും. GST കൂടി കണക്കിലെടുത്താൽ 48,000 കോടി രൂപ കൂടി ലഭിക്കും. 48,000 രൂപ ടോട്ടലായിട്ട് ലഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
ഇനി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എൻ്റെ പഴയ പോഡ്കാസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പോഡ്കാസ്റ്റിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളും ഇതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. കാരണം ഇത്തരത്തിലുള്ള വലിയ എമൗണ്ട് 2,15,000 കോടിയൊക്കെ ലഭിക്കാനിരിക്കുമ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ വെറുതെ കാറിലൊക്കെ യാത്ര ചെയ്ത് മംഗലാപുരത്ത് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം 10, 25, 30 ലക്ഷം രൂപയൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതൊക്കെ കോടികളുടെ പരിപാടിയാണ്. 13,270 കോടി രൂപ കിട്ടുന്ന പരിപാടിയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ 10ഉം 5ഉം 10ഉം ഒക്കെ പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല. മോഹൻലാലൊക്കെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഇനി ഞഞ്ഞാ പിഞ്ഞാ വിളിയൊന്നും വേണ്ട, നേരെ ഡബിൾ എന്ന് പറയുന്നത് പോലെയാണ്. കൂളായിട്ട് ഒരു ചാർട്ടർ ചെയ്ത് വിമാനമെടുത്ത് ഇങ്ങോട്ട് കയറിപ്പോര് എന്ന് പറഞ്ഞേക്കണം. എൻ്റെ പിന്നിലെ കാര്യം അതാണ്. കർണാടകയിൽ വെച്ച് അദാനി ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അതുപോലെ പ്രസിഡൻറ്റുമായിട്ടുള്ള അൽവേനെ കണ്ടതും അതിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ നമുക്ക് തൽക്കാലം കഴിയില്ല. അത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയട്ടെ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുകൂടാതെ നമ്മൾ 335 ഏക്കർ സ്ഥലം കൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ കേവലം 2,454 കോടി രൂപ മുടക്കിയപ്പോൾ അദ്ദേഹത്തിന് 335 ഏക്കർ സ്ഥലം കിട്ടി, പ്ലസ് 13,270 കോടി രൂപ യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് കിട്ടി. പ്ലസ് നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റ് പല ലാഭങ്ങളും ഇനി വരാനിരിക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് 2,15,000 കോടി രൂപയുടെ ലാഭവിഹിതം എടുക്കാനുള്ള വലിയ സാധ്യതകളുമുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് ചർച്ച ചെയ്യാതെ ആകെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പ്രതിപക്ഷം പോലും ഇതിൽ അമ്പേ പരാജയപ്പെട്ടു, നമ്മുടെ മാധ്യമങ്ങളും പരാജയപ്പെട്ടു, അവരൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്. ആ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുൻകൂട്ടി അനുമതി മേടിക്കാത്തതുണ്ട് എന്നുള്ളതാണ്. എൻ്റെ പൊന്നും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുൻകൂട്ടി അനുമതിയൊന്നും അദാനിക്ക് ഒരു പരിപാടി കൂടെ ആവശ്യമില്ല. ഇപ്പം തന്നെ അദാനി പോയിട്ട് സെബിയുടെ അനുമതി മേടിച്ചിട്ടുണ്ട്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ആ സെബിയെക്കുറിച്ച് ഉണ്ടായ ഒരു ആരോപണം മാത്രം ഞാൻ നിങ്ങളോട് പറയാം, ഇത് നീണ്ടുപോകുന്നുള്ളതുകൊണ്ട്. സെബിയുടെ ഹെഡായിട്ടൊരു വനിതയെ നിയമിച്ചിരുന്നു. ആ വനിതയെ നിയമിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത്, ആ വനിതയെ അദാനി ഗ്രൂപ്പ് തന്നെ സ്പോൺസർ ചെയ്താണെന്നും ആ വനിതയുടെ ഭർത്താവിന് അദാനി ഗ്രൂപ്പുമായിട്ട് വലിയ ബന്ധമുണ്ടെന്നും അദ്ദേഹത്തിന് അഡ്വൈസറായെന്നും പറയുന്ന വലിയ ആരോപണം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അദാനി ഗ്രൂപ്പുകളുടെ കമ്പനികൾക്ക് ചില ഷെൽ കമ്പനികൾ, അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനികളുടെ ഷെയറുകൾ വിദേശത്ത് ചില ഷെൽ കമ്പനികൾ ഉണ്ടാക്കി അവർ വാങ്ങിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ സ്വന്തം കമ്പനികളുടെ ഷെയറുകൾ വേറെ കമ്പനികൾ ഉണ്ടാക്കി നമ്മൾ വാങ്ങിക്കുന്നത് എന്തിനാണ് എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നിയില്ലേ? ഞാൻ ഉത്തരം പറഞ്ഞുതരാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനികളുടെ ഷെയറുകളുടെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഡിമാൻഡ് ഉണ്ട്, നിരവധി ആളുകൾ മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ വാല്യൂ കൂടും. ഈ വാല്യൂ കൂടിയാൽ എന്താണ് ഗുണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു ഷെയറിന് 100 രൂപയുണ്ട്, അപ്പോൾ നിങ്ങൾക്കൊരു 10,000 കോടി രൂപയുടെ ഷെയർ ഉണ്ട് എന്ന് വിചാരിച്ചാൽ ആ 10,000 കോടി രൂപയുടെ ഷെയർ നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് നമുക്ക് ഈസി ആയിട്ട് ലോൺ കിട്ടും എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ടും അതിന് ഇൻട്രസ്റ്റ് കൂടി വളരെ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെയും പണമുണ്ടാക്കാം എന്നുള്ളത് ചുരുക്കം. പലപ്പോഴും നമ്മുടെ ഇവിടുത്തെ വലിയ വ്യവസായികൾ, വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ, ബിൽഗേറ്റ്സിൻ്റെ, എലോൺ മസ്കിൻ്റെയൊക്കെ കഥയിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ തന്നെ ഇത്തരത്തിൽ ഷെയർ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് 1 ട്രില്യൺ സമ്പന്നനാണ്, ലോകത്തിലേക്ക് പെട്ടെന്ന് ഏറ്റവും വലിയ സമ്പന്നനായി എന്നൊക്കെ കേൾക്കുന്നത് ഈ ഷെയർ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ള ഗുണം ആ ഷെയർ കൊണ്ടുപോയി വെച്ച് ബാങ്കിൽ കൊണ്ടുവച്ച് പണയത്തിന് കാശെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ടാക്സും കൊടുക്കേണ്ടി വരില്ല, എപ്പോഴും നഷ്ടത്തിൽ കമ്പനി ഓടുകയും ചെയ്യും. എന്നാൽ ഇവർക്ക് വലിയ തോതിലുള്ള പണവും കൂടി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് യഥാർത്ഥത്തിൽ അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനി. അദാനി ഗ്രൂപ്പിന് ഇപ്പോഴുമുള്ള ലാഭം ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി വിട്ടു, ഒരു ലാഭം കൂടിയുണ്ട്. അദാനി പോർട്ടിൽ ഇപ്പോൾ 5 പൈസ മുടക്കാതെ യഥാർത്ഥത്തിൽ അദാനി പോർട്ട്, വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 51% ഷെയറും സ്ഥലവും കൂടാതെ 13,270 കോടി രൂപയും തനിക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിലും നല്ല ബിസിനസ് യഥാർത്ഥത്തിൽ സ്വപ്നങ്ങളിൽ മാത്രം എന്നല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് കൂടാതെ വേറെ ചില ബിസിനസ്സുകൾ കൂടി വലിയ സാധ്യതകൾ വരാനുണ്ട്, അതും കൂടി ഞാൻ നിങ്ങളോട് പറയാം. അതെന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ കമ്പനിയാണ്. അതാണ് അസോസിയേറ്റായി വരുന്നത്. അവരാണ് 49% ഷെയറുമായി വരുന്നത്, പാർട്ട്ണറായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഈ കമ്പനി എന്ന് പറയുന്നത് ചെറിയ കമ്പനി അല്ലാണ്ട് അവർ 2 ലക്ഷത്തിലധികം ജീവനക്കാരുള്ള, 900-ലധികം ഷിപ്പുകളുള്ള, 100-ലധികം വരുന്ന വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പോലെയല്ല, അതിനേക്കാളൊക്കെ വലിയ കണ്ടെയ്നർ ടെർമിനലുകളൊക്കെ തന്നെ ഡീൽ ചെയ്യുന്ന കേരളത്തിലെ വലിയ കമ്പനിയാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ കമ്പനിയുടെ സബ്സിഡിയറിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് നിക്ഷേപം നടത്തിയിട്ടുള്ളത്. ആ കമ്പനിയുടെ പേര് ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്നാണ്. അതിലൊന്നും വലിയ കാര്യമില്ല, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ തന്നെയാണ് ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്.
ഇനി ഈ കമ്പനി എന്ന് പറയുന്നത് ഇത്രയും വലിയ കമ്പനിയാണ്, വലിയ ഭീമന്മാരാണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. അവരെക്കുറിച്ചുള്ള ചില ആരോപണങ്ങൾ കൂടി ഞാൻ നിങ്ങളോടൊന്ന് വായിക്കാം. അതും കൂടി വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളിലെ ഒരു കിടപ്പ് പിടികിട്ടും. യഥാർത്ഥത്തിൽ ഈ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട 1-2 ആരോപണങ്ങളുള്ളത്, ഒന്ന് കേരളത്തിൽ അവരുടെ ഒരു കപ്പൽ മുങ്ങി, MSC എൽസ എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എൽസ എന്ന് പറഞ്ഞ കപ്പൽ മുങ്ങിയിട്ടുണ്ട്. അത് 38 നോട്ടിക്കൽ മൈൽ ദൂരെയാണ്. അതൊക്കെ ചെറിയ പ്രശ്നമാണ്, അത് പോട്ടെ. ഇപ്പോൾ കമ്പനി കേരളവുമായിട്ട് കേസൊക്കെ നടത്തുന്നുണ്ട്, അതവിടെ നടക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ 2019 ഇവരുടെ ഒരു കമ്പനി, അതിൻ്റെ പേര് MSC ഗയാന എന്നാണ്. MSC എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്നാണ്. അതിൻ്റെ ഗയാന എന്ന് പറയുന്ന ഒരു കമ്പനി ഫിലാഡൽഫിയയിൽ വെച്ച് US അതോറിറ്റീസ് പിടികൂടി. ആ പിടികൂടിയപ്പോൾ ഇവരുടെ കപ്പലുകളിൽ 7 കണ്ടെയ്നറുകളിലായി ഒളിപ്പിച്ചു വെച്ചിരുന്ന മയക്കുമരുന്നിൻ്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് $1 ബില്യൺ, 9,400 കോടി രൂപയുടേതാണ്. മറന്നുപോരുത്, 9,400 കോടി രൂപയുടേതാണ്. അപ്പോൾ ഇത് കൂടാതെ അവിടെ അന്ന് വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു. കാരണം ഈ കമ്പനികൾക്കകത്തേക്കും അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കകത്തേക്കൊക്കെ തന്നെ ഡ്രഗ് സ്മഗ്ലിങ്ങിൻ്റെയും മാഫിയകൾ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ചില ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്ര വലിയ കമ്പനിയാണ്, അവർ ലോകത്തിലേക്ക് വെച്ച് ചരക്ക് ഗതാഗതത്തിൽ 21% ഹാൻഡിൽ ചെയ്യുന്നത് അവരാണ്. ലോകത്തിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത്, ചരക്ക് ഗതാഗതത്തിൻ്റെ 97% കൈകാര്യം ചെയ്യുന്നത് ഷിപ്പിലൂടെയാണ്, അല്ലാതെ വിമാനങ്ങളിലൂടെ അല്ല. അതുകൊണ്ട് അത് വലിയ ബിസിനസ്സാണ്. അതുകൊണ്ട് അവിടെ പിന്നീട് അത് വലിയ പ്രശ്നമൊന്നും ആയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് ഫിലാഡൽഫിയയിലല്ലേ, നമ്മളെന്തിനാണ് ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കണമെന്നുള്ളത്. ഓക്കെ, ശരി. ഇവർ മാനേജ് ചെയ്യുന്ന മറ്റ് 2 പോർട്ടുകൾ കൂടിയുണ്ട് അദാനിയോടൊപ്പം ചേർന്ന്. അതിലൊന്ന് ഗുജറാത്തിലെ മുദ്ര പോർട്ടാണ്, പിന്നൊന്ന് ചെന്നൈയിലെ പോർട്ടാണ്, തമിഴ്നാട്ടിലെ പോർട്ടാണ്. അപ്പോൾ അതിൽ മുദ്ര പോർട്ടിൽ വെച്ച് കഴിഞ്ഞ തവണ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു റെയ്ഡ് നടത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്തു. അത് അഫ്ഗാൻ ഹെറോയിനാണ് പിടിച്ചെടുത്തത്. അഫ്ഗാനിസ്ഥാനിലാണ് നമുക്കറിയാം മറ്റേ കറുപ്പ് കൃഷി ചെയ്യുകയും അവിടെ നിന്ന് ലോകത്തിലേക്ക് വേണ്ട 80% വരുന്ന ഹെറോയിൻ ഉൽപ്പാദിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ താലിബാൻ സഹോദരന്മാരാണ്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ബിസിനസ്സാണ്. അവിടെ നിന്നുള്ള ഹെറോയിൻ ആയിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2,988 കിലോഗ്രാം അഫ്ഗാനിസ്ഥാൻ ഹെറോയിൻ പിടിച്ചെടുക്കുകയും അത് 21,000 കോടി രൂപയുടെ അതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷനെ കുറിച്ചൊക്കെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ അന്വേഷിച്ചിരുന്നു 2021. മറക്കരുത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ചെറിയ ഒരുപാടുണ്ട്, അതൊന്നും പറഞ്ഞു പറഞ്ഞ് സമയം കളയുന്നില്ല. ഇനി ഏറ്റവും ഒടുവിലുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഈ സെഗ്മെൻറ്റ് അവസാനിപ്പിക്കാം. ഇനി അടുത്തത് എലോൺ മസ്കിനെ കുറിച്ച് കൂടി പറയാനുണ്ട്. 2026 ബ്രസീലിയൻ കൊക്കൈൻ യഥാർത്ഥത്തിൽ 115 കിലോഗ്രാം പിടിച്ചെടുത്തു. കൊക്കൈൻ പിടിച്ചെടുത്തു. ആ കൊക്കൈൻ പിടിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ 1,150 കോടി രൂപയാണ്. അത് ഗുജറാത്തിലെ മുദ്ര പോർട്ടിൽ നിന്നാണ് പിടിച്ചെടുത്തത്. അന്ന് ആൻറ്റി ടെറർ സ്ക്വാഡ്, ഗുജറാത്തിൻ്റെ ആൻറ്റി ടെറർ സ്ക്വാഡാണ്, ATS ആണ് പിടിച്ചെടുത്തത്. അന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്ര ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഈ പറയുന്ന പോലെ നാർക്കോട്ടിക്സ് എങ്ങനെയാണ് വലിയ ബൈപ്പാസ് ചെയ്തുകൊണ്ട് വരുന്നത് എന്നും അത്തരം പോർട്ടുകളിൽ നിന്ന് ഈ ക്വാണ്ടിറ്റീസൊക്കെ തന്നെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ച പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. VD സതീശൻ ഇപ്പോഴും ഉള്ളത് ആ പാർട്ടിയിലാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ ഇതാണ് ഈ പറയുന്ന കമ്പനികളുടെ ഒരു ചെറിയ ചരിത്രം കൂടി നമുക്കുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ചില ടെക്നിക്സ്, ട്രിക്സൊക്കെ അറിയണമെങ്കിൽ ചില രസകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അറിയാം. കഴിഞ്ഞ തവണ എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരാൾ, നമുക്കറിയാമല്ലോ, അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായിയായിട്ട് കണക്കുകൂട്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ തവണ, അതായത് അമേരിക്കയുടെ പ്രസിഡന്റ് ഇലക്ഷൻ ഡൊണാൾഡ് ട്രംപ് ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം, ആ തിരഞ്ഞെടുക്കപ്പെട്ടതിന് മുമ്പ് അദ്ദേഹത്തിന് അത്ര വലിയ അസറ്റ് വാല്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അസറ്റ് വാല്യൂ ന്യൂയോർക്കിലെ നാസ്ഡാക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വലിയ തോതിൽ കൂടുകയും യഥാർത്ഥത്തിൽ അത് $1 ട്രില്യൺ എന്ന് പറയുന്ന എമൗണ്ടിലേക്ക് US ഡോളറിലേക്കൊക്കെ എത്തുകയും ചെയ്തു. $1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ നമ്മളത് അക്കത്തിൽ എഴുതുമ്പോൾ ഏതാണ്ട് 12 സീറോ വരും. അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് 95 ലക്ഷം കോടി രൂപയാണ് നമ്മുടെയൊക്കെ കാൽക്കുലേഷനിലുള്ളത്. 95 ലക്ഷം കോടി രൂപയുടെ 95 ലക്ഷം കോടി രൂപ. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയ GDP ഉള്ളത് പോലും 21 രാജ്യങ്ങൾക്കേ ഉള്ളൂ. അതായത് ഇപ്പോൾ അമേരിക്കക്ക് 28 ട്രില്യനാണ്, അതുപോലെ ചൈനക്ക് 17 ട്രില്യനാണ്, ഇന്ത്യക്ക് ഏതാണ്ട് 4.2 ട്രില്യനാണ്. അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് 21 രാജ്യങ്ങൾക്ക് മാത്രമേ അത്തരത്തിൽ ഇതിനേക്കാൾ വലിയ GDP ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ വലിയ ഒരാളായി അദ്ദേഹം മാറി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പണമെന്ന് പറയുന്നത്, ഈ അസറ്റ് എന്ന് പറയുന്നത്
ഇപ്പോൾ ഗൂഗിളും ആമസോണും ഒറാക്കിളും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഒക്കെയുള്ള ഈ 4 പേരുടെയും കമ്പൈൻഡ് ആയിട്ട് അവരുടെ ഒരു വരുമാനം കൂട്ടിച്ചേർത്ത് അവരുടെ ഒരു അസറ്റ് വാല്യൂ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വരുന്ന ലെവലിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട എലോൺ മസ്കിൻ്റെ വരുമാനം മാറി എന്ന് നിങ്ങൾ അറിയണം. ഇതിൻ്റെ വലിപ്പം ഒന്നുകൂടി അറിയണമെങ്കിൽ $1 മില്യൺ വീതം ഒരു ദിവസം ചെലവഴിച്ചാൽ പോലും അത് തീരാൻ ഏതാണ്ട് 2700 ദിവസങ്ങൾക്കപ്പുറം എടുക്കുമെന്നാണ് നമ്മുടെ ധ്രുവ് റാത്തി അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു വീഡിയോയിൽ, ഞാൻ മുഴുവനും കണ്ടില്ല, ആ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 9.53 ലക്ഷം കോടി രൂപ ഒരു ദിവസം ചെലവഴിച്ചാൽ പോലും ഇത് തീരാനായിട്ട് 2700 വർഷങ്ങൾ എടുക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ എമൗണ്ടാണ് ഇദ്ദേഹം എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ എമൗണ്ടുകളുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു പേപ്പർ മണിയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ 0.01% പണം മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷായിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ പല കമ്പനികൾ, ഉദാഹരണത്തിന് സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി, അത് ലാസ്റ്റ് ക്വാർട്ടറിൽ ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടമെന്ന് പറയുന്നത് 4.28 ബില്യൺ ആണ്. 2025 അത് 4.94 ബില്യൺ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ മറ്റു പല കമ്പനികളുമൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നമുക്കറിയാം സ്പേസ് എക്സ് കൂടാതെ ടെസ്ല എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അതുമൊക്കെ തന്നെ ഏതാണ്ട് $5 ബില്യൺ നഷ്ടമാണ്. അപ്പോൾ ഇത്തരത്തിൽ നഷ്ടമുണ്ടാക്കിയിട്ട് പോലും ഈ അസറ്റ് വാല്യൂ കൂടുമ്പോൾ, ഷെയറുകൾ കൂടുമ്പോഴുള്ള മെച്ചം എന്താണ് എന്ന് ചോദിച്ചാൽ, ഷെയർ വാല്യൂകളൊക്കെ ഉണ്ടായിട്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം. ടെസ്ലയുടെ 236 മില്യൺ, അതായത് 236 ദശലക്ഷം ഷെയർസ് ഒരു ബാങ്കിൽ അദ്ദേഹം പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് എടുത്തേക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് $62.5 ബില്യൺ ആണ്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ തന്നെ അദ്ദേഹം പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് എടുത്തേക്കുന്ന എമൗണ്ട് 12.5 ബില്യൺ ആണ്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഏതാണ്ട് $75 ബില്യൺ വരും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7,13,000 വരുന്ന കോടി രൂപയുടെ പണം ഇവർക്ക് ഇങ്ങനെ കിട്ടും. യഥാർത്ഥത്തിൽ ഇവരുടെ കയ്യിൽ പണമില്ലെങ്കിൽ പോലും ഈ ഷെയറുകൾ വിറ്റുകൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാജിക് കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. യഥാർത്ഥത്തിൽ അദാനി ഇവിടെ ചെയ്തേക്കണം അതാണ്. കേവലം 2,456 കോടികൾ മുടക്കിക്കൊണ്ട് അദ്ദേഹം 13,720 കോടി ഉണ്ടാക്കുന്നു. ഇനി അതിനുശേഷം ഈ കമ്പനിയുടെ വാല്യുവേഷൻ ഇപ്പോൾ ഏതാണ്ട് പ്രൊജക്റ്റ് പൂർത്തിയാകുമ്പോൾ പിന്നെയും ഒരുപാട് കൂടും. അങ്ങനെ കൂടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇത് മുഴുവനായും തന്നെ അങ്ങോട്ട് വിറ്റാൽ പോലും ഈ 2,486 കോടിയും ഇപ്പോൾ ഇനി മുടക്കാൻ പോകുന്ന പണത്തിൻ്റെയും ഒക്കെ തന്നെ ഇരട്ടിയുടെ ഇരട്ടിയോ 10 ഇരട്ടിയോ ഒക്കെ കിട്ടും. ഇപ്പം തന്നെ ഇനി 16,000 കോടി മുടക്കണമെന്ന് ആളുകളൊക്കെ പറയുന്നില്ലേ? ഈ 16,000 കോടി മുടക്കണമെങ്കിൽ പോലും അദ്ദേഹം അതിൽ 8,000 കോടി മുടക്കിയാൽ മതി. കാരണം എന്താ, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കാണ് ബാക്കി പകുതിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് 8,000 കോടി രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം തീരും. പക്ഷേ ആ 8,000 കോടി മുടക്കിയാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ 51% വരുന്ന ഷെയറുകൾ ഇനിയും ഇരിക്കുകയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അതിൻ്റെ വാല്യുവേഷൻ കൂടി കൂടുമ്പോൾ അത് വലിയ ലെവലിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് വാസ്തവം. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളോട് മറ്റൊരു മാധ്യമങ്ങളും പറയാത്തത് കൊണ്ടാണ് ഞാൻ വളരെ വിശദമായി പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് കൂടി എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് ഇത് അനുമതി കിട്ടിയോ കിട്ടിയില്ല എന്നാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ VD സതീശന് ഇതിന് അനുമതി കൊടുക്കാതിരിക്കാൻ കഴിയുമോ? അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വെറുതെ മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ലേലം വിളിക്കുമ്പോൾ ഇനി എത്ര വിളിച്ചാലും അതിൻ്റെ ഡബിൾ വിളിക്കണം, ഞാ പിന്നെ വിളിയില്ല എന്ന് പറയുന്ന പോലെ വെറുതെ മംഗലാപുരം വരെ കാറിലൊക്കെ പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് ഒരു 10, 35, 40 ലക്ഷം രൂപയല്ലേ കൂടിയെന്നാണ് വരാൻ പോണത്. ഇങ്ങോട്ട് പോരാൻ പറയണതിൻ്റെ കാര്യം ഇത് കോടികളുടെ, അതും 10,000 കോടികളുടെ, ലക്ഷക്കണക്കിന് കോടികളുടെ വലിയ കാര്യമാണ്. എൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. ആ പോഡ്കാസ്റ്റ് BCC വിത്ത് രതീഷ് ചക്രവാണി എന്നുള്ളതിലാണ് ആ പോഡ്കാസ്റ്റ്. ആ പോഡ്കാസ്റ്റ് കൂടി കണ്ടാൽ ഇനി വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരങ്ങൾ കൂടി കിട്ടും. ഒരു കാര്യം കൂടി പറയാം. ഈ കേരളത്തിൻ്റെ റോഡ് വഴിയുള്ള കാർഗോ ട്രാൻസ്പോർട്ടേഷൻ്റെ 50% ഈ പോർട്ടുകളെല്ലാം കൂടി നവീകരിക്കുമ്പോഴും കണക്ടിവിറ്റി വരുമ്പോഴും അങ്ങോട്ട് മാറുമ്പോൾ അതിൻ്റെ പോലും അടുത്ത 10 കൊല്ലം കഴിയുമ്പോഴുള്ള പ്രൊജക്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് 2.3 മില്യൺ ആണ്. എന്ന് പറഞ്ഞാൽ 23 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് വരാനിരിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട ആളുകൾ അറിയണം. അല്ലാതെ ഈ പണം വരുന്നു എന്ന് കേട്ട് നമ്മളൊന്നും തുള്ളിച്ചാടേണ്ട ഒരു ആവശ്യവും ഇല്ല.